ഹായ് ഹലോ ഹാപ്പി ദിവാലി ടു ഓൾ. എല്ലാവർക്കും നമ്മളുടെ ഫാമിലിയിലുള്ളവർക്കും ഫാമിലി ഇല്ലാത്തവർക്കും ഫോളോവേഴ്സിനും ഹേറ്റേഴ്സിനും എല്ലാവർക്കും എൻ്റെ സന്തോഷവും പ്രകാശവും നിറഞ്ഞ ഒരു ദീപാവലി ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഫാമിലിയുടെ ദീപാവലി ആഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മളെ ഒരു വിഷയം ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ആ വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ണാടി എന്ന് പറഞ്ഞിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ അർജുൻ എന്ന് പറഞ്ഞ ഒരു 14 ഇയേഴ്സ് ഉള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. ഹാങ്ങിങ് ഡെത്ത് ആയിരുന്നു. ഈ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളുകാരുടെ അനാസ്ഥയെന്ന് പറഞ്ഞിട്ട് കുറേ പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളുകാരുടെ അനാസ്ഥയോ ഒരു കോപ്പോ അല്ല പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ കൊച്ചിനെ ഉണ്ടാക്കിയ 2 പേരില്ലേ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ അനാസ്ഥയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സോറി കേട്ടോ, ഞാനത് നമ്മളുടെ പറഞ്ഞപ്പോൾ എൻ്റെ ഇമോഷണലി ഞാനിത്തിരി ഈ കാര്യത്തിൽ വീക്കായതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ഒന്നുമില്ലടേ, നമ്മുടെ മക്കൾ ഇങ്ങനത്തെ തെറ്റിലൊക്കെ പറ്റിയെന്നൊക്കെ നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ലൈനിലൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1098 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പർ. അതിലേക്ക് ജസ്റ്റ് വിളിച്ചാൽ മതി. അതാത് ജില്ലകളിൽ ഈ നമ്പറുണ്ട്. അവർ കറക്റ്റായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തോളും. കൊച്ചിനെ പേടിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ കൊച്ചുങ്ങൾ അവർ പറയണത് അനുസരിക്കും. അവർക്ക് അറിയാം, അവർക്ക് സൈക്കോളജി അതിനെപ്പറ്റി പഠിച്ചിട്ട് ഇരിക്കുന്ന ആളുകളാണ് അവർ. ഒന്നും പേടിക്കാനില്ല. അവരുടെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മതി. ഇതിന് ഒരു ദിവസം നമ്മളൊന്ന് സമയം എടുത്തിട്ട് പോവുക, കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കാര്യം, വേറെ ഒന്നുമല്ല. ഇതുപോലത്തെ തന്നെ ഒരു സിറ്റുവേഷനിലൂടെ എൻ്റെ കുഞ്ഞ് കടന്നു പോയതാണ്. പക്ഷെ അവളല്ല, അവരുടെ സഹപാഠികൾ. ഞാനത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് അടിക്കുന്നില്ല, ഭയങ്കര ഇലാബറേറ്റ് പറയുന്നില്ല. അവളുടെ ക്ലാസ്സിലുള്ള ആൺകുട്ടികൾ അറിയാലോ, മോളെ 8th അവിടെ ചെന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ആൺകുട്ടികൾ ഈ ടീനേജ് പ്രായത്തിൽ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലൊക്കെയാണ് ഇങ്ങനെ ചൊറിയുന്നത്. ഇപ്പം പക്ഷേ ഈ സൈബർ യുഗമായതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അവർ ഒളിയമ്പുകൾ ചെയ്തത്. അപ്പം ഒളിയമ്പ് ചെയ്തപ്പോൾ എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി, ഒരു കോൾ ഗേളിൻ്റെ പ്രൊഫൈൽ, എൻ്റെ മോക്കടെ ഫോട്ടോ വെച്ചിട്ട് അവളുടെ പേരും കൊടുത്തിട്ട് അവളുടെ അപ്പനിട്ടും താങ്ങിയിട്ടുണ്ട്. അവളുടെ അപ്പൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ സജഷൻ ലിസ്റ്റിൽ വന്നപ്പം ഞാൻ കാണുന്നു, ഞാൻ ഉടനെ തന്നെ സൈബർ സെല്ലിലോട്ട് ഞാൻ പോയി. കാരണം എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ ചെയ്തിട്ടുള്ളതെന്ന് എൻ്റെ മോൾ ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ. അവൾക്ക് ഒരിക്കലും അവൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൾ ചെയ്യത്തൂല്ല, അവൾ അത്ര മണ്ടിയൊന്നുമല്ല. ഇതിൻ്റെ പുറകെ നടന്ന ആരാണെന്ന് എന്തായാലും നമുക്ക് അറിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിനിട്ട് പണി കിട്ടും എന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ കണ്ട സ്ഥിതിക്ക് അവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ക്ലാസ്സിലുള്ള ടീച്ചേഴ്സും കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഉടനെ ഡ്രസ്സ് മാറി ഞാൻ കാക്കനാട് സൈബർ സെല്ലിലേക്ക് പോകുന്നു. അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നു. എന്നോട് പറഞ്ഞു വിത്തിൻ 2 days ഞാൻ കണ്ടുപിടിച്ച് തരാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാനൊരു ടിപ്പിക്കൽ ഒരു അമ്മയായി, എനിക്ക് പേടിയായി, ഞാൻ ആൾക്കൂടി വല്ലാണ്ടായി. പക്ഷേ ഞാൻ ആ സമയത്ത് വീട്ടിലിരുന്നില്ല. എനിക്കറിയായിരുന്നു ഈ സമയത്ത് ഞാൻ പ്രവർത്തിക്കണം. ഈ സമയത്ത് ഞാനൊരു കരഞ്ഞ് മോങ്ങിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കരഞ്ഞ് മോങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ കുട്ടിക്കും ഇതേപോലത്തെ ഒരു അവസ്ഥ വരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഈ അവസ്ഥ എനിക്കറിയത്തില്ല, പക്ഷേ കൊച്ചെന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം പിള്ളേർ താങ്ങുമോ, പെൺകുട്ടിയല്ലേ അവൾ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞതോണം അവിടെ ചെല്ലുന്നു. അതിനുശേഷം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരെ സ്കൂളിലേക്കാണ് ഞാൻ പോകാൻ പറഞ്ഞത് വണ്ടി. കാരണം എനിക്ക് മോളെ കാണുമായിരുന്നു. എനിക്കറിയായിരുന്നു അവിടെ ഏകദേശം അവിടെ വശപ്പശകായിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അതിനുശേഷം ആദ്യം ഞാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കോള് വരുന്നു. മോള് പറയുന്നു, ഞാൻ എല്ലാവരും പറഞ്ഞു മോളെ, നീ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പൊക്കാം. ഏത് അവനാണ് ചെയ്തത്, ഏത് അവളാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നത്തിങ് ടു വറി, മോളോട് റിലാക്സ് ചെയ്തിരുന്നോളാൻ പറഞ്ഞു. പ്രിൻസിപ്പളോട് ഞാൻ പറയുന്നു, കുഞ്ഞിനെ ഒന്നും പറയാൻ നിൽക്കരുത്. ഇതിൻ്റെ സംഭവം ഒന്നും കൊച്ചി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ടിട്ട് ഞാനത് സൈബറിൽ കംപ്ലയിൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെന്നോട് ചോദിച്ചു, സൈബറിൽ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു. സൈബറിൽ കൊടുക്കണ്ടേ, എനിക്ക് അറിയേണ്ടേ ആരാണെന്ന് ചെയ്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മോൾ എന്തിനാ വെറുതെ കൺവിക്റ്റഡ് ആയിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എന്താണുള്ളത് ഞാൻ ചെയ്തു. ഞാൻ സൈബറിൽ തന്നെ ഞാൻ കൊടുത്തു. അത് ഞാൻ ആ സ്റ്റെപ്പ് എടുത്തതിൽ ഇന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. സൈബറിൽ കൊടുത്തെന്നുള്ളത് എൻ്റെ ക്ലാസ്സിലെ ചെയ്തവന്മാരറിയുന്നു. ഉടനെ ചെയ്തവൻ സമ്മതിക്കുന്നു, ഞാനാണ് ചെയ്തതെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ സൈബറിൽ കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൻ സമ്മതിക്കോ? ഇല്ല, അവനവിടെ മുങ്ങിക്കളിക്കും, എൻ്റെ മോള് നാണം കെടും. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിട്ട് വന്നാൽ മതി. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എനിക്ക് അത്രേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗത്തൊരു ശതമാനം തെറ്റുണ്ടെങ്കിൽ പോലും ആ തെറ്റ് ഞാൻ ശരിയാക്കും. ആ സമയത്ത് കൂടുതൽ ഹരിശ്ചന്ദ്ര ചമയേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റെ കുഞ്ഞിനെ മുന്നോട്ട് വേണോ അവനവൻ തീരുമാനിക്കണം. അത്രേ ഉള്ളൂ ഞാൻ ചിന്തിച്ചത്. പക്ഷേ എൻ്റെ കൊച്ചിനെ നീതി കിട്ടി. അത് ചെയ്തവൻ സൈബറിൽ നിന്ന് റിസൾട്ട് വരും മുന്നേ തന്നെ അവൻ പറഞ്ഞു അവനാണ് ചെയ്തതെന്ന് സമ്മതിച്ചു. സൈബറിൽ നിന്ന് വന്നു, സൈബർ പോലീസുകാരൻ അവരെ തന്തേനെയും തള്ളേനെയും വിളിപ്പിച്ചു. അതിനുശേഷം അവരെ നല്ല രീതിയിൽ, കാരണം ഇങ്ങനെ ഞാൻ ഇവരെ മെൻഷൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തള്ള എന്നെ ഫോൺ ചെയ്തു വൈകുന്നേരം ആയപ്പം.
ഈ തള്ളയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തമാശയാണെന്ന് കരുതി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു മൊബൈലിലൂടെ ഒരു പെണ്ണിൻ്റെ പ്രൊഫൈൽ വെച്ച് കളിക്കുമ്പോൾ തമാശയാണെന്ന് കരുതുന്ന ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ അവനെ കൈവച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ്, ഇത്രയെങ്കിലും ഞാൻ സംസാരിക്കണ്ടായോ? എന്നാലോചിച്ച് നോക്കിക്കേ. ഞാനിത് മുന്നേ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ്. ഇത് ഇവൻ 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അവർ വെർബൽ അബ്യൂസ് ചെയ്തു സമ്മതിച്ചു. അത് കണ്ടുപിടിച്ച വീട്ടുകാർ അവൻ്റെ അമ്മാവൻ അവനെ തല്ലുന്നു, അതേപോലെ തന്നെ അമ്മ വഴക്ക് പറയുന്നു. അതിനുശേഷം നേരെ വിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CWCക്കാർക്കോ ഒന്നുമല്ല, നേരെ സ്കൂളിലേക്ക് കൊടുത്ത് ടീച്ചറോട് പറയുന്നു, ടീച്ചറെ 2 കൊടുത്തോ അവനിട്ട്. അവനിങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം പാരൻസിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. ടീച്ചർ അപ്പം ചെയ്യുന്ന ഈ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയവരായിരിക്കും കേട്ടോ. നല്ല ട്രെയിനിങ് അവർക്ക് കിട്ടാറുണ്ട് പ്രൈവറ്റിനെക്കാട്ടിലും. പക്ഷേ അവർക്കപ്പോൾ കിട്ടും ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾ ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് നിങ്ങൾ വിളിക്കണം, നിങ്ങൾ ഞങ്ങളെ സമീപിക്കണം. അല്ലാണ്ട് കുട്ടിയെ നിങ്ങൾ ഒരു കാരണവശാലും നേരിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ടീച്ചറോട് തന്നെ പറയുന്നു, സൈബറിലേക്ക് ഞാൻ വിളിക്കും, 2 വർഷം കഠിന തടവ് നിനക്ക് കിട്ടും. ടീച്ചറപ്പം എന്താ ചെയ്തിരിക്കുന്നത്? ത്രട്ടനാണ് ചെയ്തിരിക്കുന്നത് കുട്ടീനെ. എന്നിട്ട് തല്ലുകയും ചെയ്തിട്ടുണ്ട്. തീർന്നു. അപ്പോൾ ടീച്ചറുടേതായ രീതിയിൽ പ്രതികരിച്ചു. ടീച്ചറിനെ ഞാൻ കുറ്റവും പറയുന്നില്ല, പക്ഷേ ടീച്ചറിന് വിവരക്കേടുണ്ട് കേട്ടോ. ടീച്ചർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ 1098 വിളിക്കുക എന്നുള്ള ടീച്ചറിൻ്റെ ഉത്തരവാദിത്തം തന്നെയായിരുന്നു. കുട്ടികളോട് പറയേണ്ട പ്രകമ്പനം കൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1098 വിളിക്കുവാണ്, ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിക്കുവാണ്, നിന്നെ വന്ന് തല്ലും, നിന്നെ വന്ന് പിടിക്കും. അവരൊന്നും ചെയ്യത്തില്ല മക്കളെ, അവരൊന്നും ചെയ്യത്തില്ല. അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വഴികൾ പറഞ്ഞു തരത്തേ ഉള്ളൂ. ഒന്നും പേടിക്കേണ്ട. അത് പ്രിൻസിപ്പളും വിളിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ടീച്ചറിന് വിളിക്കാനുള്ള റൈറ്റ്സും ഉണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് നേരിട്ട് പിന്നെയും കുട്ടീനെ ഇവരെന്ത് ചെയ്യുന്നു? ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നു, വെർബൽ അബ്യൂസ് ചെയ്യുന്നു സ്കൂളിൽ നിന്നും. അപ്പോൾ വീട്ടിൽ നിന്നും കിട്ടി, സ്കൂളിൽ നിന്നും കിട്ടി. അതിനുശേഷം വൈകുന്നേരം ഇവൻ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു കുഞ്ഞിനെ എത്ര വന്നാലും പാരൻസ് ഒബ്സർവ് ചെയ്യണം, അവൻ്റെ മൂമെൻറ്റ്സ് ഒബ്സർവ് ചെയ്യണം. അവൻ നേരെ കഥ കടച്ച് ഇട്ട യൂണിഫോമിൽ അവൻ ഹാങ്ങിങ് ചെയ്യുന്നു. ഈ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള റോളുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടല്ലോ. ഈ കുഞ്ഞ് വരുമ്പോഴും ഈ കുഞ്ഞ് പോകുമ്പോഴും ഒന്നും അവരറിയുന്നില്ല. ആ മൂത്ത ഇപ്പം മരിച്ച കുട്ടി ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2ാമത്തെ കുട്ടി വന്നതേ പിന്നെ എന്നെ ശ്രദ്ധയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് അവൻ്റെ തോന്നലായിരിക്കാം. ഒരു അമ്മമാർക്കും അങ്ങനെ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഒരു തോന്നലും കൂടി ആ കുട്ടിക്ക് ഉണ്ടെന്ന് ഇവർക്കറിയാം. ഇവർക്കറിയാം അത്. പക്ഷേ ഇവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശ്രദ്ധിച്ചില്ലേ, ഈ വീട്ടുകാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം പറ്റിയ ഒരു മരണമാണത്. കാരണം ഇത്തരം പ്രശ്നം സ്കൂളിൽ നിന്നും ഉണ്ടായെന്ന് ഈ വീട്ടുകാർക്ക് അറിയാം. പിന്നെ ഇവൻ ക്ലാസ് വിട്ട് വന്ന ഉടനെ തന്നെ ആ മുറി കയറിയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒന്ന് തുറക്കാനെങ്കിലും ശ്രമിക്കണ്ടായോ? 10 മിനിറ്റ് കൊണ്ട് ഹാങ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരു 10-20 മിനിറ്റെങ്കിലും പിടിക്കത്തില്ലേ കെട്ടി തൂങ്ങാൻ വേണ്ടിയിട്ട്? ലാസ്റ്റ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ കൊച്ചിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് കൊച്ചു മരിച്ചു. ടീച്ചറിന് സസ്പെൻഷൻ, പ്രിൻസിപ്പളിന് സസ്പെൻഷൻ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കുഞ്ഞിനെ നീ അങ്ങനെ ചെയ്യാവോടാന്നാണ് ചോദിച്ചത് അത്രേ. ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പണിഷ്മെൻറ്റ് ആ തള്ളയ്ക്കും അതുപോലെ തന്നെ തന്തയ്ക്കും കൊടുക്കേണ്ടതാണ്. അല്ല, ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തരം പ്രശ്നം ഉണ്ടായിട്ട് ആ കൊച്ചു വീട്ടിലോട്ട് വന്നപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് പോലും നോക്കാണ്ട് അത് മുറിയിലോട്ട് പോയിട്ട് വാതിലടച്ചപ്പം ഇവർ അവിടെ ഒന്നും അറിയാണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്ത് തെറ്റില്ലേ? പിന്നെ ഇത്ര അധികം തല്ലും വഴക്കും കൊടുത്തിട്ട് സ്കൂളിലേക്ക് വിട്ടിട്ട് ആ ടീച്ചറോടും പിടിച്ചിട്ട് കൊടുത്തോ എന്ന് പറയുമ്പം ഇവർ എത്ര കണ്ണിച്ചൊരില്ലാത്ത മനുഷ്യരായിരിക്കണം. പിന്നെ ഇവർക്ക് എന്തൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു? ഇവരൊന്നില്ലെങ്കിൽ ആ കൊച്ചിനെ 2 അടിച്ചോ, സമ്മതിച്ചു. ആ മൊബൈൽ കയ്യിൽ വാങ്ങിച്ചു വെച്ചാൽ മതിയായിരുന്നില്ലേ? 14 വയസ്സുള്ള പ്രായമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടീനേജേഴ്സ് നമ്മൾ പണ്ടത്തെ പോലെയല്ല. നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മളെ അടിച്ചാലും കെട്ടിയിട്ടടിച്ചാലും നമ്മൾ പിറ്റേ ദിവസം നെഞ്ചു വിരിച്ച് സ്കൂളിലേക്ക് പോകും. കാരണം വലിയ വിവരമൊന്നുമില്ല, അത്ര തന്നെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ അവർക്ക് ഒരു വിവേകമില്ലെന്ന് വേണം പറയാൻ. അത് സാഹചര്യങ്ങൾ വരുമ്പം ആ പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല. എല്ലാം മൊബൈലിൻ്റെ സ്വാധീനത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ അവരതിൽ നിന്ന് കൊണ്ടുവരാനൊന്നും, പിടിച്ചോ തല്ലിയോ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. മാക്സിമം അവരെ കൺട്രോൾ ചെയ്യുക. വീടുകളിൽ വഴക്ക് പറഞ്ഞിടത്ത് നിങ്ങൾ വഴക്ക് പറയുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അമ്മയോ അപ്പനോ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക കൊച്ചുങ്ങൾ എന്താ ചെയ്യണേന്ന്. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. ചിലപ്പോൾ അത് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാം. പിള്ളേരെ ഇപ്പോൾ ചോദിക്കും, പിള്ളേരെ പേടിക്കണമെന്ന് ചോദിക്കും. എന്ത് പറയാനാണെന്നേ, കലികാലമല്ലേ, പേടിക്കേണ്ട അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ പിള്ളേർ കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ പ്ലക്കാർഡ് ഉയർത്തി നടക്കണ്ട. എൻ്റെ കൊച്ചു മരിച്ച് അയ്യോ 10 എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. മരിക്കണമെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ എന്ന് വിചാരിക്കണം.
അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ കറക്റ്റായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മക്കളെ നോക്കാൻ പറ്റുമോ എങ്കിൽ മാത്രം ഉണ്ടാക്കാൻ നിൽക്കുക. ഇല്ലെങ്കിൽ എന്തിന് വെറുതെ ആ കൊച്ചുങ്ങൾ ഈ ലാസ്റ്റ് കിടന്നിട്ട് പണ്ടാറടങ്ങേണ്ട ആവശ്യമിരിക്കുന്നു. ഈ മൊബൈലിൽ ഇവർ കാണിച്ചു വെക്കുന്ന ഈ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പിള്ളേരാണെന്നുണ്ടെങ്കിലും കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇതുങ്ങളെല്ലാം മൊബൈലിലാണ്. ഇതുങ്ങളുടെ ക്ലാസ് ഇപ്പം എത്ര മൊബൈൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും സ്കൂളിൽ പറഞ്ഞാലും വാട്സപ്പിൽ അപ്ഡേറ്റ്സ് വരും മൊബൈലിൽ. അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അലേർട്ട്സ് വരും. അതേപോലെ തന്നെ ഇപ്പം സപ്പോസ് ഇപ്പം എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് പെട്ടെന്നൊരു ഔട്ട് ബ്രേക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓൺലൈൻ ആക്കുമ്പോൾ അപ്പോഴും മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടാബ് അങ്ങനെ എന്തെങ്കിലും സ്റ്റുഡൻറ്റ് ടാബോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കുണ്ടല്ലോ കുറേ കള്ളത്തരം അറിയാം. എല്ലാവരും പ്രൊഫഷണൽ കള്ളന്മാരായി മാറിയിരിക്കുവാണ്. മൊബൈലിൽ എന്തൊക്കെ ഹൈഡ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. പക്ഷെ നമ്മളൊരു 14 വയസ്സുള്ള ഒരു ടീനേജ് അല്ലെങ്കിൽ 13 വയസ്സ് തൊട്ടല്ല ടീനേജ് തുടങ്ങുന്നത്. ഒരു 18 വയസ്സ് വരെ ഇവർക്ക് ടീനേജ് ആയിരിക്കും. പക്ഷേ 18 വയസ്സൊന്നും അത്ര വലിയ പ്രശ്നമുള്ള ഒരു പ്രായം അല്ല. ഈ 14 ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൾണറബിളാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സങ്കടം വരും. പെട്ടെന്ന് തന്നെ ഇവർ ഇമോഷണലി ഭയങ്കര വീക്കായിരിക്കാം. പക്ഷേ വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണത്തുമില്ല. ആ സമയത്ത് നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ അങ്ങോട്ട് ഇട്ടേക്ക്, പുറത്തേക്ക് വിടണ്ട. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ആ ഫോണും വാങ്ങിച്ചു വെച്ചേക്ക്. നിങ്ങൾ ചെയ്യണേ എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച വീട്ടിൽ കിടക്കുമ്പം പുറത്തൊന്നും പോകാണ്ടൊക്കെ ഇരിക്കുമ്പോൾ സ്വന്തമായിട്ട് മനസ്സിലാകും. പിന്നെ നമ്മൾ മാക്സിമം അതുങ്ങളോട് സ്നേഹം തന്നെ കൊടുക്കുക. സ്നേഹം കൊടുത്തിട്ടേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളൊരിക്കലും ഈ സിനിമ പോലെ നമുക്ക് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഒന്നില്ലെങ്കിൽ നമ്മളൊന്ന് അവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് തന്നെ അത്ര ടോർച്ചേർഡ് ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ വീണ്ടും സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് സ്കൂളിലും അങ്ങനത്തെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ല വേണ്ടത്. സ്കൂളുകാരൊരിക്കലും ആ കുട്ടി സ്കൂളിലെ ടീച്ചറുടെ മകനല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മകനാണ്. ടീച്ചർ ജനറലി കുട്ടികളെ ഹാൻഡിൽ ചെയ്യണ പോലെ ഹാൻഡിൽ ചെയ്തു. അത്രേ ടീച്ചർ ചെയ്തിട്ടുള്ളൂ അവിടെ. അപ്പോൾ ടീച്ചർ ഒരു കാരണവശാലും നിങ്ങളുടെ മോനെ അയ്യോ മകനെ നീ അങ്ങനെ ചെയ്യരുത് എന്നൊരിക്കലും പറയാൻ പോകുന്നില്ല. ടീച്ചർമാർ ഒരു സ്ഥായി സ്വഭാവമുണ്ട്. ഒരു 70% ടീച്ചേഴ്സിൻ്റെ അവർക്കിതൊന്നും താങ്ങത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. കാരണം അത് സമ്മതിച്ചു. നമുക്ക് എന്ത് വെർബൽ അബ്യൂസാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞൊന്ന് ശരിയാക്കാൻ നോക്കുക. ഇപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി പോയില്ലേ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വീട്ടുകാരുടെ മാത്രം കുറ്റം കൊണ്ടാണ് ആ കൊച്ചു ആത്മഹത്യ ചെയ്തത് കേട്ടോ. ടീച്ചറുടെ എന്ന് പറയാനും പറ്റത്തില്ല. ടീച്ചറും പ്രിൻസിപ്പളും പെട്ടപ്പോൾ ആര് പെട്ടു? ഇതിൽ നല്ല രീതിയിൽ നല്ല മാന്യന്മാരായിട്ട് നിൽക്കുന്നത് ആ കുട്ടിയുടെ അമ്മയും അങ്കിളും മാത്രമേ ഉള്ളൂ. അങ്കിളാണെങ്കിൽ ഒന്ന് അടിച്ചതേ ഉള്ളൂന്ന് സമ്മതിച്ചു, താൻ അടിച്ചു. അമ്മയാണെങ്കിൽ ചീത്ത പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തത് പിന്നെയും ചീത്ത പറയാൻ വേണ്ടി അതിനെ? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ആ വീട്ടിലത് കയറി വന്നപ്പം അത് നേരെ വാതിലടച്ചിട്ടപ്പോൾ അതിനൊന്ന് തുറന്ന് ബലം പിടിച്ചെങ്കിൽ ആ വാതിൽ തുറന്നിരുന്ന് ആ കൊച്ചിനോട് സംസാരിച്ചെങ്കിൽ ആ കൊച്ചിപ്പോൾ ജീവിച്ചിരുന്നേനെയില്ലേ. അപ്പം ചില കാര്യങ്ങൾ നമ്മളത് വിവേകപൂർവ്വം ചെയ്യുക. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കാര്യമാണ്. ഒന്നും നമുക്ക് പണ്ടത്തെ കാലത്ത് നമ്മളൊരു 80s-ലും 90s-ലും ഉള്ള കുട്ടികളല്ല ഇപ്പം. ഒരു രക്ഷയില്ല കുട്ടികളുടെ കാര്യത്തിൽ. കുട്ടികളാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഫ്രീ ആയിട്ട് അതുങ്ങളെ നോക്കുക. ഫ്രീ ആയിട്ട് നിന്നിട്ട് നോക്കുക. പ്രത്യേകിച്ച് ടീനേജൊന്നുമല്ല. ഇപ്പം ഈ എൻ്റെ 8 വയസ്സുള്ള എൻ്റെ ഇളയ കുട്ടിക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല ഫോണിൽ. പക്ഷെ നമ്മൾ നോക്കിയിരിക്കുക അവൾ എന്താ ചെയ്യണതെന്നും എന്താ കാണിക്കുന്നതെന്നും. അല്ലാതെ നമുക്ക് ഒരിക്കലും പിടിച്ചു വലിച്ച് വാങ്ങിച്ചിട്ട് ത്രട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം ക്രമീകരിക്കുക. ഒട്ടും സ്ക്രീൻ ടൈം കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. സമയം ക്രമീകരിക്കുക. സ്ക്രീൻ ടൈം ഒട്ടും നമ്മൾ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കണവരെ അവൾ വിശ്വസിക്കും. അപ്പം നമ്മളെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിന് ഒരു പാരൻ്റെങ്കിലും അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഫ്രീ ആയിട്ടിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായമാട്ടോ ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മുടെ കുട്ടികളെ ശാസിക്കാനോ അടിക്കാനോ തല്ലാനോ. ശാസന നല്ലതാണ്, ടീച്ചേഴ്സിന് അറിയാം അവർക്ക് ശാസിക്കാനും. പക്ഷേ ആ ശാസന നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും അവരെ ശാസിക്കണം തല്ലണം എന്ന് പറഞ്ഞവർക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കുറ്റക്കേട് നമ്മുടെ കുട്ടികളിൽ നിന്ന് കണ്ടാൽ നമ്മളത് 1098 വിളിക്കുക. അത്രയേ ഉള്ളൂ. ഡിപ്പെൻസ് ഓൺ അത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ കണ്ണിങ്ങനെ പാതി അടഞ്ഞു വരുന്നു. നിസ്സാരമായിരുന്നില്ല ഈ ഖജനാവ് ക്ലീൻ ചെയ്യണ കാര്യം. അപ്പം സമയം നോക്കിക്കേ മക്കളെ, 11:45. ഇനിയിപ്പം ചേച്ചി കിടന്ന് ഉറങ്ങട്ടെ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മീ, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ, ലവ് യു, ബൈ.